ബർത്ത്ഡേ ദിവസം ജോലി ഇല്ലാത്തതുകൊണ്ട് അതിന് 2 ദിവസം മുമ്പ് തന്നെ എൻ്റെ ഒരു കൊളീഗ് കാർഡും കേക്കും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ദിവസം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് നമ്മളൊരു 2 days ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോണ്ടാന്ന് വിചാരിച്ചിട്ട് കിട്ടിയ ദിവസം വൈകിട്ട് തന്നെ കേക്ക് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സാധാരണ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും ഓരോ വയസ്സാണ് കൂടുന്നതെങ്കിൽ ഈ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് 10 വയസ്സ് എനിക്ക് കൂടിയെന്ന് പലർക്കും തോന്നിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല. ഈ വർഷത്തെ ബർത്ത്ഡേ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ വർഷം 39 ആയിരുന്ന ഞാൻ ഇപ്പൊ 40 ആയി. അങ്ങനെ ഒഫീഷ്യലി 40 years ആയിരിക്കുകയാണ്. ഓൾഡാന്ന് പറയാൻ പലരും ഉണ്ടാവും, ആണെന്ന് പറയാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് 40 years തന്നെ. അപ്പൊ നമ്മുടെ ചങ്ക് ഷാംലിയും മഞ്ജൂസും കൂടി എനിക്കൊരു ലഞ്ച് തരാൻ വേണ്ടിയിട്ട് മധുരൈ കിച്ചണിൽ കൊണ്ടുവന്നാണ്. വന്ന വഴി തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അവർ മെനുവും കൊണ്ട് തന്നിട്ടുണ്ട്. വീക്കെൻഡ് സ്പെഷ്യൽ മെനുവിലെ നമ്മുടെ ലഞ്ച് കോംബോസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് വന്നു. എൻ്റെ ഡ്രിങ്ക് ഒഴിച്ച് ബാക്കി രണ്ടും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു നോൺ വെജിറ്റേറിയൻ താലി ചിക്കൻ ബിരിയാണി കോംബോയാണ് ഓർഡർ ചെയ്തത്. അതിലെല്ലാം മോസ്റ്റ്ലി നമ്മുടെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് തന്നെയായിരുന്നു. ഷ്രിമ്പ്, മട്ടൻ, ചിക്കൻ, ഫിഷ്, അങ്ങനെ ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു മീലായിരുന്നു. പേരിലെ കൗതുകം കൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത ഡ്രിങ്കാണ് മീനാക്ഷി ബ്ലെസ്സിങ്സ്. അത് ഇത്തിരി കുടിച്ചപ്പോൾ മോശമായതുകൊണ്ട് ഞാൻ മഞ്ജൂസിന്റെ മാംഗോ മൊഹിറ്റോ അടിച്ചു മാറ്റി. അത് പോയിട്ടുണ്ട്. ഷാംലി ഒരു മധുരൈ സോഡയും ഓർഡർ ചെയ്തു. ലാസ്റ്റ് നമ്മളൊരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് പരിപാടി അവസാനിപ്പിച്ചു. ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ലഞ്ച് ഡേ. അപ്പൊ ആ പോയ ദിവസം ഷാംലി ഒരു ചീസ് കേക്ക് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ട് തന്നെ അതും കട്ട് ചെയ്തു. നമ്മുടെ റെക്കോർഡിക്കൽ ഏജ് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇന്നർ ചൈൽഡ് നമ്മൾ യങ്ങായിട്ട് വെക്കുക, ഏജ്ലെസ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഗ്രോൺ അപ്പ് ആവുക അല്ല, നമ്മൾ ലെവൽ അപ്പ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഫിസിക്കലിയും മെന്റലിയും ഒക്കെ നമുക്ക് യങ്ങായിട്ടിരിക്കാൻ എനിക്കും എല്ലാവർക്കും പറ്റട്ടെ. പ്രായമാകുന്നതുകൊണ്ട് പിച്ചും പേയും പറയാണെന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ. അവധി ദിവസങ്ങളും ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പം എൻ്റെ വേറൊരു കൊളീഗ് കുറച്ച് ചോക്ലേറ്റ്സും കാർഡും ഒക്കെ തന്നു. ചോക്ലേറ്റ്സ് തന്ന വഴിയെ തിന്നു. അങ്ങനെ 40 നല്ല രീതിക്ക് ആഘോഷിച്ചു.